ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാജൂൺ ക്രസ്റ്റഡ് ചിക്കൻ ബ്രസ്റ്റാണ്. നമ്മൾ ഈ ചിക്കൻ ബ്രസ്റ്റ് പാൻ സീറാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡായിട്ട് കുറച്ച് സോട്ടഡ് ബ്രോക്കോളീസും പിന്നെ കുറച്ച് ബട്ടർഡ് റൈസാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഈ ബേൺ ബട്ടർ ഉണ്ടല്ലോ, ഈ ചിക്കൻ ഗ്രിൽ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് തന്നെ വന്ന ഒരു ബേൺ ബട്ടർ ഉണ്ട്, അത് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ആദ്യം ചിക്കൻ ബ്രസ്റ്റിനകത്ത് നിന്ന് സുപ്രീംസ് കട്ട് ചെയ്ത് മാറ്റാം. സീസൺ ചെയ്യാൻ വേണ്ടി സോൾട്ട്, ക്രഷ് പെപ്പർ, കാജൂൺ സ്പൈസ്, ശകലം ഓയിൽ ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. മീൻ നമുക്ക് ബാസ്മതി റൈസ് സോക്ക് ചെയ്ത് പിന്നെ നമുക്ക് വെജിറ്റബിൾ ഉണ്ടല്ലോ, ബ്രോക്കോളീസ് കട്ട് ചെയ്യാം. പിന്നെ കുറച്ച് ചോപ്ഡ് ഗാർലിക്കും ചോപ്പ് പാസ്ലിയും ആവശ്യമുണ്ട്. വെള്ളം തിളത്തിന് ശേഷം സോൾട്ട്, ഷുഗർ, ഒരു 2 to 3 minutes ബോയിൽ ചെയ്യാം. ബ്രോക്കോളീസ് തണുത്ത വെള്ളത്തിലിടുന്നുണ്ട്. റൈസ് ബോയിൽ ചെയ്യാൻ വേണ്ടി ശകലം സോൾട്ടും വിനേഗറി സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം. പാനിനകത്ത് ഓലിവ് ഓയിൽ, ചിക്കൻ ബ്രസ്റ്റ് 2 സൈഡും സെയർ ചെയ്യുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി വിത്ത് സ്കിൻ ക്രഷ് ചെയ്തിടുന്നുണ്ട്. ഇതൊന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ബട്ടർ ക്യൂബ്സ്, ബട്ടർ മെൽട്ടായി വരുമ്പോഴത്തേക്ക് നല്ല ബ്രൗണിഷ് കളർ വരും. ഇതിന് മേലെ കോരി ഒഴിച്ച് കഴിഞ്ഞാൽ ചിക്കൻ ബ്രസ്റ്റ് സെറ്റാണ്. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് ഓവറിനകത്ത് 200 ടെമ്പറേച്ചറിനകത്ത് 7 to 10 minutes. ഓലിവ് ഓയിൽ, ചോപ്പ് ഗാർലിക്, ബ്രോക്കലി, സോൾട്ട്, പെപ്പർ, ഒറിഗാനോ. പിന്നെ സെയിം പാനകത്ത് തന്നെ കുറച്ചും കൂടി ബട്ടർ, ഗാർലിക്, നമ്മളുടെ റൈസ്. പിന്നെ ഈ ചിക്കനകത്ത് നമുക്ക് ഈ നാച്ചുറൽ ജ്യൂസും ഈ ബ്രൗൺ ബട്ടറൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതാണ് നമുക്കിത് ഫ്ലേവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലേവർഡ് റൈസും റെഡി ആയിട്ടുണ്ട്. പിന്നെ ചിക്കൻ സ്ലൈസ് ചെയ്തിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് രാജാവിനെ കൂടെ കഴിക്കണം. നമുക്ക് നല്ല പ്ലേറ്റ് ചെയ്തിട്ട് സെറ്റായിട്ട് കഴിക്കാം. ബ്രോക്കലിയും റൈസും ചിക്കൻ ബ്രസ്റ്റും ഇതിൻ്റെ നാച്ചുറൽ ജ്യൂസൊക്കെ ഒഴിച്ചിട്ടില്ലേ. ആൻഡ് ഓൾവേസ് റിമെമ്പർ ദിസ്, എവറിബഡി ക്യാൻ കുക്ക് ആൻഡ് എവറിബഡി ഹാസ് ടു കുക്ക്.